ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ ഗ്ലൗസ് നമ്മൾ ഉപയോഗിച്ച ഗ്ലൗസാണിത്. ഇതെങ്ങനെ റീയൂസ് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇത് കണ്ടോ, ഞാനിത് കുത്തിച്ചാരി വെച്ചേക്കുന്നത്. അതായത് ഈ വിരൽ ഭാഗങ്ങളെല്ലാം നേരെ മുകളിലേക്ക് എല്ലാം കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ വെള്ളമൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഒരു 2 ദിവസം അങ്ങനെ വെച്ചാൽ മതി, അതിൽ വെള്ളം പോയി കംപ്ലീറ്റ് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും, ഒട്ടിപ്പിടിച്ച് കണ്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ ഫിംഗർ ആയിട്ട് എടുത്തിട്ട് അത് സെപ്പറേറ്റ് ഒന്ന് അതിൻ്റെ ആ ഒട്ടൽ മാറ്റി കൊടുക്കും. അപ്പോൾ അതങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്ലൗസ് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇത്രയും നന്നായിട്ട് ഫ്രീ ആയിട്ട് എടുക്കണം. അത് ഓരോന്ന് മാറ്റി കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കയ്യിലേക്ക് ഇടണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. കണ്ടോ, ഇതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഗ്ലൗസിൻ്റെ അകത്ത് പോലും ഒരുതരം പൊടിയുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് പൊടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പൗഡർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഗ്ലൗസ് ഇടാനായിട്ട് പറ്റും. സ്റ്റിക്കി ആയിട്ട് ഇരിക്കത്തില്ല, കീറുകയും ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഗ്ലൗസിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സലൂണിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പലർക്കും ഇത് അറിയായിരിക്കും. പിന്നെ ചിലർക്കിത് ഇത്ര നന്നായിട്ടൊന്നും ചെയ്തെടുക്കാൻ അറിയണ്ടാവില്ല. ചിലർ ചെയ്യുമ്പോൾ അത് കീറിപ്പോകാറുണ്ട്. കീറിപ്പോകാതെ നന്നായി ചെയ്യുന്നൊരു വിദ്യയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണേ.